ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പോൾ കുറച്ച് ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാഹ് ഞങ്ങൾക്കും സുഖമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളെ മുറ്റമൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, മുറ്റത്ത് നിറച്ച് പുല്ലുണ്ടെന്ന് പറഞ്ഞില്ലേ തന്നെ. അപ്പോൾ പുല്ലൊക്കെ ചെത്തിക്കോരാൻ വേണ്ടിയിട്ട് നമ്മളെ അടുത്ത വീട്ടിലത്തെ ബാബുവേട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പണിക്ക്. പിന്നെ എനിക്ക് സ്റ്റോക്ക് റൂമിലേക്ക് പോകും വേണം. അപ്പോൾ ഞാൻ രാവിലെ അങ്ങനെ കുക്ക് ചെയ്യണതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. രാവിലെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് പുട്ടും പഴമാണ് കേട്ടോ. അങ്ങനെ പുട്ടൊക്കെ ചുട്ട് കഴിഞ്ഞു. മക്കൾ ഓരോരുത്തർ അങ്ങനെ ചായയൊക്കെ കുടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഐഫക്കുട്ടിൻ്റെ ഇവിടെ ചായ കുടിക്കാൻ വന്നിരിക്കണം. അപ്പോൾ ഐഫക്കുട്ടിക്ക് ഒരു കഷ്ണം പുട്ടും 2 പഴമൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ചോറും കറികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് റെസിപ്പി ഒന്നും കാണിക്കാനില്ല. പരിപ്പും തക്കാളിയും ഇട്ടിട്ടുള്ള കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ അതേപോലെ ചിക്കൻ പൊരിക്കണം, പപ്പടം പൊരിക്കണം, അങ്ങനെയുള്ളതൊക്കെ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല കേട്ടോ വീഡിയോയിൽ റെസിപ്പി ആയിട്ട് കാണിക്കാനൊന്നും. അപ്പോൾ വീഡിയോ ലെങ്ത്ത് കൂട്ടണ്ടല്ലോ പിന്നെ വെറുതെ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ ഐഫക്കുട്ടിക്ക് ഞാൻ ചായയൊക്കെ കൊടുത്തു. പിന്നെ ഞാനും ചായയൊക്കെ കുടിച്ചു. അപ്പോൾ തന്നെ പിന്നെ നമ്മൾ വാവോട്ടൻ പണിക്കും വന്നിട്ടുണ്ടായിന്. അപ്പോൾ വാവോട്ടന് പുട്ട് വേണ്ട പറഞ്ഞു, 10 മണിക്ക് കഞ്ഞി മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി കഞ്ഞിക്ക് ഒരു തേങ്ങാ ചമ്മന്തിയും അതേപോലെ എന്തെങ്കിലും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഫ്രിഡ്ജിൽ പോയി നോക്കിയപ്പോൾ വഴുതനങ്ങയും അതേപോലെ തന്നെ പച്ചക്കായൊക്കെ ഉണ്ടായിന്. അപ്പോൾ അതൊക്കെ കൂടെ കൂട്ടിയിട്ട് ഒരു മിക്സഡ് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് കരുതിട്ടോ. അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് പിന്നെ ഞാനതൊക്കെ എടുത്തുകൊണ്ടുവന്ന് കഴുകി കട്ട് ചെയ്ത് അങ്ങനെ ഉപ്പേരിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ കുക്ക് ചെയ്തതൊക്കെ വേറെ പാത്രത്തിലൊക്കെ മാറ്റി കൊടുത്തു. വലിയ പാത്രങ്ങളൊക്കെ ഞാൻ കുക്ക് ചെയ്ത പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകി വെക്കുകയാണ്. പിന്നെ ചോറ് പുറത്തടുപ്പത്താണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ ചോറ് ഇതിൻ്റെ അടിയിൽ വെന്തിട്ടുണ്ടെങ്കിൽ ചോറ് വെന്ത് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പേരിൻ്റെ കളർ എന്താ ഇങ്ങനെ വിചാരിക്കും. അത് ആ വഴുതനങ്ങൻ്റെ കളറാട്ടോ. വഴുതനങ്ങ ഒരു വയലറ്റ് കളറുള്ള വഴുതനങ്ങല്ലേ അതതിനും. പിന്നെ അതേപോലെ പച്ചക്കായ അല്ലേ, അപ്പോൾ എന്താ അറിയില്ല അതിൻ്റെ കളർ അങ്ങനെ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പേരിയൊക്കെ ഒരു പാത്രത്തിലൊക്കെ മാറ്റി കൊടുത്തു. പിന്നെ പരിപ്പും തക്കാളിയും കുക്കറിൽ കറിയൊക്കെ ഉണ്ടാക്കി. പിന്നെ അത് തേങ്ങയൊക്കെ അരച്ചൊഴിച്ച് കൊടുത്ത് കടുകല്ല ഉള്ളിയൊക്കെ ഇട്ട് തൂമിച്ചൊക്കെ അതും റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പപ്പടം പൊരിക്കണം. അതുപോലെ ചിക്കനും വേണം പൊരിക്കുക. അപ്പോൾ പപ്പടം പൊരിച്ചിട്ട് ആ ഒരു എണ്ണയിൽ തന്നെ ചിക്കനും പൊരിക്കാമെന്ന് വിചാരിച്ചു. പപ്പടത്തിന് ഇങ്ങനെ വീർത്ത് വരാനൊരു മടിയുണ്ട് തോന്നുന്നുണ്ട്. പിന്നെ പപ്പടം പൊരിക്കണ സമയത്ത് ഒന്ന് എന്താ പറയുക, അങ്ങനെ ഒരു ടവലെടുത്ത് തുടക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പൊടിയൊക്കെ ഒന്ന് കത്തിയോണ്ട് ഇങ്ങനെ ചുരണ്ടി കളയണമെന്നുണ്ടെങ്കിൽ എണ്ണൻ്റെ കളർ ഇങ്ങനെ മാറില്ല. ഞാൻ പിന്നെ എനിക്ക് ടൈമില്ലേന് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ തന്നെയാണ് പൊരിച്ചെടുത്തേക്കാണ്. അങ്ങനെ പപ്പടമൊക്കെ പൊരിച്ചു. പിന്നെ ആ എണ്ണയിൽ തന്നെ ആ ചിക്കനും പൊരിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ചീനച്ചട്ടി അടിപൊളിയാണ് കേട്ടോ ചിക്കൻ പൊരിക്കാനും അതേപോലെ ഇങ്ങനെ പപ്പടം പൊരിക്കാൻ നെയ്യപ്പം ചുടാനൊക്കെ അടിപൊളിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നെയ്യപ്പം ചുട്ടീന് കേട്ടോ. ഞാൻ ബാവുക്കാക്കുന് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടില്ലേനി. അപ്പോൾ അതിൻ്റെ മാവ് കുറച്ച് ബാക്കിയുണ്ടായിനി. അപ്പോൾ അതുകൊണ്ട് നെയ്യപ്പം ചുട്ടീനി. അപ്പോൾ നല്ലോണം വെള്ളച്ച് വന്നിട്ടുണ്ടായിനി കേട്ടോ ഈ ഒരു ചട്ടിയിൽ ഉണ്ടാക്കിയപ്പോൾ. പിന്നെ നെയ്യപ്പം ചുടാനൊക്കെ നല്ല കട്ടിയുള്ള ചട്ടിയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ അന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ലേനി. ഇനി ഇൻഷാ അല്ലാഹ് നെയ്യപ്പത്തിൻ്റെ നല്ലൊരു റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കമൻറ്റിലൂടെ ചില കൂട്ടുകാരൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നെയ്യപ്പത്തിൻ്റെ റെസിപ്പി കാണിക്കുമെന്ന്. കുറേ മുന്നേ ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇപ്പോൾ കുറേ ആയില്ലേ, അപ്പോൾ പഴയ വീഡിയോസൊക്കെ ഒരുപാട് പഴയതാവും. ഇപ്പോൾ പുതിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഒരുപാട് നമ്മൾ വീഡിയോ കാണണം. അപ്പോൾ ഒരിക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് ഒരിക്കൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ട്രിപ്പ് ഇട്ടതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഉണ്ട്. പിന്നെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴൊന്നും അങ്ങനെ അധികം ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കില്ല കേട്ടോ. അതേപോലെ കുറേശ്ശെ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കലുള്ളൂ. എണ്ണ വെറുതെ വേസ്റ്റ് ആക്കലൊന്നുമില്ല. അപ്പം ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഒരു 8:30 ആയപ്പോഴത്തേന് നമ്മൾ ചോറും കൂട്ടാനും ഉപ്പേരിയും ഒക്കെ റെഡി ആയി കേട്ടോ. പിന്നെ അകടിച്ചു വാരലും തുടക്കലൊക്കെ ചെയ്ത് അങ്ങനെ നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ബാവോട്ടന് 10 മണിക്ക് കഞ്ഞിയും കൊടുത്തു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് കുറച്ച് ബില്ലൊക്കെ എഴുതാനുണ്ടായിനി. അതേപോലെ സ്റ്റോക്കൊക്കെ എഴുതാനുണ്ടായിനി. അങ്ങനെ അതൊക്കെ എഴുതി അങ്ങനത്തെ പണികളൊക്കെ തീർത്തു. പിന്നെ നമുക്ക് അടുത്ത മാസത്തേക്കുള്ള സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് പാക്കിംഗ് ആണ് കേട്ടോ.
കുറച്ച് ഞാൻ ഇന്നലെ പാക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇനിയിപ്പോൾ പോയിട്ട് വേണം പാക്ക് ചെയ്യാൻ. നാളെ രാവിലെ സാധനങ്ങൾ കൊടുക്കും വേണം. അങ്ങനെ അതൊക്കെ എടുത്തു വെച്ചു. പിന്നെ ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ബാങ്ക് കൊടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ചോറൊക്കെ വിളമ്പാണ് കേട്ടോ. അപ്പോൾ ബാബുവേട്ടനുള്ള ചോറും കൊടുത്തിട്ട് വേണം എനിക്ക് പോകണം എന്നുണ്ടെങ്കിൽ. ഞാനും ചോറൊക്കെ കഴിച്ചിട്ടാട്ടോ പോണതെന്ന്. നമ്മൾ റിച്ച് മോനും ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ചോറൊക്കെ വിളമ്പിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പരിപ്പ് കറിയാണ് ഉണ്ടാക്കിയിരിക്കണമെന്നുള്ളത്. അങ്ങനെ പരിപ്പ് കറി ഒരു പാത്രത്തിൽ വെച്ചു. പിന്നെ ചിക്കൻ ഫ്രൈ ഒരു പാത്രത്തേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ പപ്പടം ഉണ്ടാക്കിനല്ലോ, അപ്പോൾ 2 പപ്പടം ഒരു പാത്രത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പേരി ഉണ്ട്. പിന്നെ 10 മണിക്ക് കഞ്ഞിക്ക് ചമ്മന്തി ഉണ്ടാക്കിനി, അപ്പോൾ ചമ്മന്തി ഉണ്ട്. പിന്നെ അച്ചാറൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അച്ചാർ ബാബുവേട്ടന് ഇഷ്ടമല്ല, അപ്പോൾ പിന്നെ അച്ചാർ ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ ചോറൊക്കെ വിളമ്പി അവിടെ മേലത്തെ ടേബിളുമ്മ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പോൾ സമയം ഇപ്പോൾ 1 മണി ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ബാബുവേട്ടനോട് പറഞ്ഞു നിങ്ങൾ ഫുഡ് കഴിച്ചോളി എന്ന് പറഞ്ഞ് അങ്ങനെ ഫുഡൊക്കെ വിളമ്പി കൊടുത്ത്. പിന്നെ ഞങ്ങളും ഇവിടെ തന്നെ ഇരുന്നിട്ടാട്ടോ കഴിച്ചത്. ഞാനും റിച്ച് മോനും ഞങ്ങൾക്കുള്ള ചോറും ഇങ്ങോട്ട് വിളമ്പി കൊണ്ടുവന്നു. അപ്പോൾ ഉച്ചയായപ്പോഴത്തേന് നമ്മളെ മുറ്റൊക്കെ ഒരുവിധം പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പുല്ലൊക്കെ ചെത്തി തീർന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് വീഡിയോയിൽ കാണിക്കുക എന്നതാണ്. ഇങ്ങനെ ഒരാൾ വേർത്ത് കുളിച്ച് പണിയെടുക്കുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അതൊരു മോശമല്ലേ, അപ്പോൾ അതുകൊണ്ട് കാണിക്കാതെ കേട്ടോ. അപ്പോൾ ഒക്കെ ക്ലീൻ ആയിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ചോറൊക്കെ കഴിച്ചു. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസം ആയിക്കണം കേട്ടോ. കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ 2-3 ദിവസം എന്തായാലും ആയിട്ടുണ്ട്. വെള്ളിയാഴ്ച എത്തിയേ തോന്നുന്നുണ്ട് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം തന്നെ വൈകുന്നേരം ചിഞ്ചുമോളും വന്നിട്ടുണ്ടേന്. അപ്പോൾ ചിഞ്ചുമോളെ ഫേവറേറ്റ് ആണ് കേട്ടോ ഈ ഒരു ഫുഡ്. പിന്നെ ഈ ഒരു പരിപ്പും തക്കാളിയും വെച്ചുള്ള കറിയും ചിക്കൻ ഫ്രൈയും പപ്പടവും ചമ്മന്തിയും ഉപ്പേരിയൊന്നും വേണമെന്നില്ല, ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ ഓൾക്ക് ഇഷ്ടമാണ് കേട്ടോ അങ്ങനത്തെ ഫുഡ്. അങ്ങനെ ചോറൊക്കെ തിന്ന് പിന്നെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വേഗം സ്റ്റോക്ക് റൂമിലേക്ക് പോന്നു. പിന്നെ എൻ്റെ പാക്കിങ്ങൊക്കെ ഒരു വിധം ഞാൻ തീർത്ത്. പിന്നെ കരുളായിൽ കുറച്ച് ആൾക്കാർക്ക് സാധനങ്ങൾ കൊടുക്കാണ്ടേനി, അപ്പോൾ അത് അന്നത്തെ ദിവസം തന്നെ ഞാൻ കൊടുത്ത് തീർത്തിട്ടോ. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടാണ് ഞാൻ സ്റ്റോക്ക് റൂമിലേക്ക് വന്നതെന്നുണ്ടെങ്കിലും ഒരുപാട് ജോലികൾ ചെയ്തിരിക്കണം കേട്ടോ. ഒന്ന് ബാക്കിയുള്ള പാക്കിങ്ങൊക്കെ തീർത്ത്, അതേപോലെ കരുളായിലുള്ള ആൾക്കാർക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ അന്നത്തെ ദിവസം തന്നെ കൊണ്ടു കൊടുത്തു. പിന്നെ 1-2 ആൾക്കാർക്കും കൂടെ കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ. അത് പിന്നെ നാളെ രാവിലെ ഞാൻ ചോക്കാടുക്കുള്ള സാധനങ്ങൾ കൊണ്ടുപോകും, അപ്പോൾ ആ ഒരു സമയത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എനിക്ക് സ്റ്റോക്ക് റൂമിലേക്ക് സാധനങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഞാനത് HSOമാർക്ക് കൊടുക്കലുണ്ട് കേട്ടോ. അങ്ങനെ അധികം നീട്ടിക്കൊണ്ടുപോവുകയൊന്നും ചെയ്യലില്ല. പെട്ടെന്ന് തന്നെ പാക്കിങ്ങൊക്കെ തീർത്ത് പെട്ടെന്ന് ഞാനത് കൊടുക്കാൻ നോക്കലുണ്ട്. ഇത് കച്ചവടം ചെയ്താലല്ലേ അവർക്ക് ക്യാഷ് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇതാണ് എൻ്റെ ജോലിയും. പിന്നെ ഇപ്രാവശ്യം കുറച്ച് വലിയ ഓർഡറാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഓർഗാനിക് ഷാമ്പൂവിനൊക്കെ ഒരാൾ തന്നെ 100-200 ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ സാധനം നമ്മൾ ഇറക്കിയപ്പോൾ ഒരത്ര പറഞ്ഞില്ല. അപ്പോൾ ഞാൻ കുറച്ചാണ് കേട്ടോ ഇപ്പോൾ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സാധനങ്ങളൊക്കെ കൊടുക്കാൻ കുറച്ച് കുറഞ്ഞു പോയി. ഇനി അടുത്ത പ്രാവശ്യം കുറച്ചധികം തന്നെ ഓർഡർ ചെയ്യണം. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എടുത്ത വീഡിയോ ആണ് ഇട്ടത്. പിന്നെ വൈകുന്നേരം വന്നപ്പോൾ മുറ്റൊന്നും കാണാൻ പറ്റിയിട്ടില്ല. നമ്മൾ മുറ്റത്തെ പണികളൊക്കെ തീർന്നല്ലോ, മുറ്റൊക്കെ പുല്ലൊക്കെ ചെത്തിക്കോരിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ ഞാൻ രാവിലെ ഒന്ന് വെറുതെ മുറ്റത്ത് കൂടെ നടന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുളക് മരത്തുമ്പോൾ ഇഷ്ടംപോലെ പഴുത്ത മുളകൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് പറിക്കാനൊന്നും ഇപ്പോൾ ടൈമില്ല, കാരണം എനിക്ക് ചോക്കാട് പഞ്ചായത്തേക്ക് പോകാനുള്ളതാണ് കേട്ടെന്ന്. അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ പോവും. രാവിലെ നേരത്തെ പറഞ്ഞാൽ 7 മണിയാകുമ്പോഴത്തേന് നമുക്ക് സ്റ്റോക്ക് റൂമിലേക്ക് എത്തണം, എന്നാലുള്ളൂ 8 മണിയാകുമ്പോഴത്തേന് സാധനമൊക്കെ കയറ്റി പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. അന്ന് റിച്ച് മോനോട് പൊറോട്ട കൊണ്ടുവരാൻ പറഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ കുറച്ച് ചിക്കൻ കറി ഉണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഇനിയിപ്പോൾ ഓരോതൊക്കെ കൂട്ടിയിട്ട് കഴിച്ചോളൂ. ഞാൻ ഇനി വൈകുന്നേരം വരുള്ളൂ കേട്ടോ. പിന്നെ മഞ്ജുമോളും എൻ്റെ കൂടെ പോരും. അപ്പോൾ മുറ്റൊക്കെ നല്ലോണം പുല്ലൊക്കെ പോയി വൃത്തിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ കല്ലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഉണ്ട് പുല്ലും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഇനി നമുക്ക് മരുന്നടിക്കാം, അല്ലാതെ പറിക്കാൻ കിട്ടൂല കേട്ടോ, കൈ വേദനിക്കും. അതേപോലെ ചെത്തി കോരാനും കഴിയൂല ഈ ചെറിയ ചിപ്സ് ഉള്ളതുകൊണ്ട്. ഇവിടെയൊക്കെ ആകെ പുല്ല് പൊന്തി കാട് പിടിച്ചിന് കേട്ടോ. കാണുമ്പോൾ തന്നെ ഒരു ഇടങ്ങേറേനും. ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കാതെ നിന്നതാണ്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്നെ ചീത്ത പറയും, ഇത്രത്തോളം പുല്ല് മൂടാൻ നിന്നല്ലോ പറയും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് പറിച്ചാലും പിന്നെ ഉണ്ടാവും. പിന്നെ ഞാനും തന്നെ ഇപ്പോൾ വെറുതെ ഇരിക്കാമല്ലോ, അപ്പോൾ 24 മണിക്കൂർ തികയാത്തൊരു സമയമാട്ടോ. അപ്പോൾ അത്രയും ജോലികളുണ്ട് ഇപ്പോൾ നമുക്ക് ചെയ്ത് തീർക്കാൻ. അപ്പോൾ ഞാൻ തന്നെ ആണ് ആദ്യമൊക്കെ ഈ മുറ്റത്തെ പുല്ലും കാര്യങ്ങളൊക്കെ പറിച്ചലും അതേപോലെ അവിടെ വൃത്തിയാക്കലൊക്കെ ഞാൻ തന്നെയാണ്. പക്ഷേ 2 ദിവസമൊക്കെ എണീക്കാൻ കഴിയൂല. അപ്പോൾ ഇപ്പോൾ പിന്നെ അങ്ങനെ ആയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ജോലികൾ പുറത്തുള്ളതും കൂടെ ചെയ്യണതുകൊണ്ട് വേറെ ആളെ വിളിച്ചാണ്ട് അങ്ങനെ എടുപ്പിച്ചത് അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഇത് പിറ്റേ ദിവസം വൈകുന്നേരം പുഴയ്ക്ക് പോരാ കേട്ടോ. അപ്പോൾ മക്കൾക്ക് സ്കൂളില്ലല്ലോ അന്ന്.
അപ്പോൾ കുട്ടികൾ എന്നോട് രാവിലെ തന്നെ പറഞ്ഞു ഉമ്മച്ചി നമുക്ക് വൈകുന്നേരം പുഴയ്ക്ക് പോകണം കേട്ടോ. അങ്ങനെ പുഴയ്ക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വഴിയിൽ എന്താ 2 പട്ടിക്കുട്ടികളുണ്ട്. ഇത് ഞാൻ എന്നും പോകുമ്പോൾ കാണലുണ്ട് കേട്ടോ. സ്റ്റോക്ക് റൂമിലേക്ക് പോകുമ്പോൾ ഈ ഒരു റബ്ബർ തോട്ടത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ഉണ്ടാവും. ഇറ്റകൾ അമ്മ ദാ അവിടെ ഉണ്ട് കേട്ടോ. അവനൊന്നും കാട്ടൊന്നുമില്ല, പക്ഷേ ചെറിയ പട്ടിക്കുട്ടികളെ കാണുമ്പോൾ നമുക്കൊരു രസമാണല്ലോ. അങ്ങനെ ഒന്ന് വീഡിയോ എടുത്താട്ടോ. അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും പുഴയ്ക്ക് പോകണം എന്ന് പറഞ്ഞ് ഓർക്കിപ്പോൾ ബീച്ചിൽ പോകണ മാതിരിയായിട്ട് പുഴയ്ക്ക് പോകണത്. പിന്നെ ഇപ്പച്ചൊന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ പുറത്തൊന്നും പോകില്ലല്ലോ. അപ്പോൾ ഓർക്ക് ഓരോരു സന്തോഷമായും ചെയ്ത്. അപ്പോൾ കുറച്ച് തുണികൾ അലക്കാൻ എന്തായാലും ഉണ്ടായിന്. രാവിലെ ഒന്ന് തുണികളൊന്നും അലക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഒരു പുഴയിൽ ചാടുമ്പോൾ വെറുതെ ഒക്കെയല്ലേ, അപ്പോൾ ഞാൻ ആ തുണികൾ കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ അത് അലക്കും ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് എത്ര തുണികൾ അലക്കാണ്ടെങ്കിലും പുഴയ്ക്ക് കൊണ്ടുവന്നാൽ നമുക്ക് അലക്കിയാലും പൂതി തീരൂല പറഞ്ഞ പോലെ കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് പുഴയിൽ നിന്ന് തുണികൾ അലക്കണത്. പിന്നെ നമ്മൾ കുറേ മുന്നേയൊക്കെ അതേപോലെ പുഴയിൽ നിന്ന് തുണികളൊക്കെ അലക്കിയതാണ്. എൻ്റെ വീടിൻ്റെ അടുത്ത് പുഴയൊന്നുമില്ല കേട്ടോ. ഇവിടെ വന്നിട്ടാണ് ഞാനും പുഴയിൽ നിന്ന് അലക്കലൊക്കെ തുടങ്ങിയത്. എനിക്കിഷ്ടമാണ് ഇങ്ങനെ പുഴയിൽ നിന്ന് അലക്കണതും. ഞാൻ ഈ പുഴയിൽ വന്നാൽ അവിടെയാണ് കേട്ടോ അലക്കൽ, ആ ഒരു സ്ഥലത്ത്. അപ്പോൾ അവിടെ ആളുകളുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങോട്ട് ഒഴിഞ്ഞു പോകുന്നതാട്ടോ. അങ്ങനെ കുറച്ച് അലക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ തുണികളെ ഒലുമ്പാനൊക്കെ ആയപ്പോഴത്തേനും ഓര് പോയിട്ടുണ്ടായിന്. അപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു കേട്ടോ. ഇവിടെ വെച്ചിട്ടാണ് ഒലുമ്പണത്. ഇവിടെ നല്ല സുഖാട്ടോ. ഇവിടെ കുറച്ച് അങ്ങനെ അധികം നമുക്ക് കുനിയണ്ട, കുറച്ച് വെള്ളമൊക്കെ നല്ലോണം ഉണ്ട്. ഈ പുഴയിൽ നിന്ന് തുണികൾ അലക്കണത് കാണുന്നത് നമ്മൾ ചില കൂട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കാണിക്കണതാട്ടോ. ഞാൻ കുറച്ചേ കാണിച്ചിട്ടുള്ളൂ. അപ്പം അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവിടെ കുറേ നമ്മൾ മാത്രമല്ല കേട്ടോ, കുറേ ആൾക്കാരുണ്ടാവും. ഞാൻ വീഡിയോയിൽ കാണിക്കായിട്ടാണ്. കുട്ടികളൊക്കെ ഇങ്ങനെ പുഴയിൽ ചാടാനും അതേപോലെ കുട്ടികളെ അമ്മമാരും ഉപ്പമാരും നെതിയൊക്കെ കുറേ ആൾക്കാരുണ്ടാവും കേട്ടോ. അങ്ങനെ പുഴയിൽ നിന്നൊക്കെ പോന്നു. പിന്നെ ഇന്നത്തെ ദിവസം വൈകുന്നേരത്തിന് ഫുഡൊന്നുമില്ല. അപ്പോൾ മക്കൾ പറഞ്ഞിനി നമുക്ക് മന്തി ഓർഡർ ചെയ്യണമെന്ന് പറഞ്ഞിനി കേട്ടോ മുസല്ലിന്ന്. അപ്പോൾ ചിഞ്ചുമോളും കൂടെ ഉണ്ടല്ലോ, ചിഞ്ചുമോൾ വന്നിട്ട് വാങ്ങാമെന്ന് പറഞ്ഞ് നിൽക്കേനിട്ട് ഞാൻ. അപ്പോൾ ചിഞ്ചു ഉണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ മന്തിയൊക്കെ ഓർഡർ ചെയ്തു. ഇവിടെ പിന്നെ അങ്ങനെ പുറത്ത് പോയിങ്ങാണ്ട് ഞങ്ങളെപ്പച്ചില്ലാത്ത ടൈമിലൊന്നും അങ്ങനെ പുറത്ത് പോയി ഒന്നും കഴിക്കലൊന്നുമില്ല കേട്ടോ. അവർക്ക് വേണ്ടിയത് ഞാൻ ഉണ്ടാക്കി കൊടുക്കും. അല്ലെങ്കിൽ ഇതേപോലെ ഇപ്പോൾ ബൗക്കാക്ക് പൈസയൊക്കെ അയക്കണ സമയത്ത് പറയും കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുത്തോണ്ടി ആരും. അങ്ങനെ അവർക്ക് വേണ്ടിയത് അല്ലെങ്കിൽ ബ്രോസ്റ്റോ അതേപോലെ മന്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുറത്ത് കഴിക്കണം എന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ കേട്ടോ. കുട്ടികൾക്ക് ഓരോ ആഗ്രഹങ്ങളല്ലേ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിക്കും. ഇതിപ്പോൾ എനിക്ക് സാലറി കിട്ടിയിട്ട് ഞാനും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ അവർക്ക് വാങ്ങിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചിന്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു മന്തി മതി പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ മന്തി ഓർഡർ ചെയ്തതേനി കേട്ടോ. അപ്പം നമുക്ക് നമ്മളതായിട്ടുള്ള പൈസയൊക്കെ കയ്യിൽ വന്ന് ചേരുമ്പം നമുക്ക് എന്ത് വേണമെങ്കിലും അല്ലേ, കുട്ടികളെന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഓർക്ക് വാങ്ങിക്കൊടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടത് വാങ്ങിക്കാനൊന്നും ഒരു മടി കരുതേണ്ട ആവശ്യമില്ല. നമ്മളെ ഹസ്ബൻഡുമാരെ നമുക്ക് തരായിട്ടും ഒരു നമ്മളെ നോക്കായിട്ടും അല്ല കേട്ടോ. പക്ഷെ നമ്മളതായിട്ടുള്ളത് നമ്മളെ കയ്യിൽ വന്ന് ചേരുമ്പോൾ നമുക്ക് ഒരു സന്തോഷം വേറെ തന്നെയാണല്ലോ. ഹസ്ബൻഡുമാരെ പൈസ കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടൂല എന്നല്ലട്ടെ ഞാൻ പറയണത്. പക്ഷേ നമ്മളെ കയ്യിൽ നിന്ന് എടുത്ത് നമ്മൾ ചിലവാക്കുമ്പം അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ്. എനിക്കങ്ങനെയാണ് കേട്ടോ. അപ്പോൾ കഴിയുന്നതും നമ്മളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചെറിയ രീതിയിലൊരു വരുമാനം നമുക്ക് വീട്ടമ്മമാർക്ക് വാങ്ങാൻ പറ്റുകയാണെങ്കിൽ അതിന് ശ്രമിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ എൻ്റെ അഭിപ്രായത്തിൽ. ഇപ്പം എൻ്റെ ഒരു HSO ഇന്നലെ എന്നെ വിളിച്ച് പറഞ്ഞ് പിന്നെ ഇങ്ങനെ നമ്മൾ അവർക്ക് സാലറി ഒക്കെ കൊടുക്കുമല്ലോ. അപ്പോൾ അത് കിട്ടിയിട്ട് എന്നോട് പറഞ്ഞ് ഞാൻ മാവേലി സ്റ്റോറിൽ പോയിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കടല പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എൻ്റെ പൈസക്ക് വാങ്ങിച്ച് അതേപോലെ സീതപ്പഴം എനിക്ക് ഇഷ്ടേനി. അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ഇനിയിപ്പോൾ മക്കളോട് ചോദിച്ചാണ്ടോ അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് ചോദിച്ചിട്ട് ഒന്നും വാങ്ങണ്ടല്ലോ. അപ്പോൾ എൻ്റെ കയ്യിൽ പൈസ കിട്ടിയപ്പോൾ ഞാനതൊക്കെ വാങ്ങിച്ച് പോന്നു മോളെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ അത് കേട്ടപ്പോൾ. ചിലപ്പോൾ എനിക്കും അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഇനിയിപ്പോൾ പാത്രങ്ങളാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ അത് വാങ്ങിയാലോ എന്നൊക്കെ തോന്നും. പക്ഷേ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വാക്കാർക്ക് ഒപ്പം ഉണ്ടാവും, പക്ഷേ ചോദിക്കാൻ മടിക്കും. കാരണം ഒരു 2 തലയും എന്താ പറയുക കൂട്ടിമുട്ടിക്കാൻ കടന്ന് കഷ്ടപ്പെടുന്നത് നമുക്കറിയാലോ.
പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ആഗ്രഹം പറയണോ പറയണ്ടേ അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിലും ഉണ്ടാവലുണ്ട് കേട്ടോ. പറഞ്ഞാൽ ഒരു വാങ്ങിച്ച് തരും, എന്നാലും നമ്മൾ പറയാൻ മടിക്കണ അവസരങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ. നമ്മൾ പിന്നെ ഭാര്യമാർക്ക് അറിയാം അല്ലേ, നമ്മളെ ഭർത്താക്കന്മാരെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ മനസ്സിലാക്കണവരും ഉണ്ട്, മനസ്സിലാക്കാത്ത ആൾക്കാരും ഉണ്ട്. പക്ഷെ അങ്ങനെ മനസ്സിലാക്കി ജീവിക്കണം, അപ്പോഴുള്ള നമ്മളെ ജീവിതം സന്തോഷമായിട്ട് പോവുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ മന്തിയൊക്കെ വിളമ്പിയിട്ടുണ്ട് പ്ലേറ്റിലേക്ക്. ഇന്നിപ്പോൾ പ്ലേറ്റൊക്കെ എടുക്കാൻ മടിച്ചിട്ട് പേപ്പർ പ്ലേറ്റിലൊക്കെ ആയിട്ടാണ് കഴിക്കണത്. അപ്പോൾ കിച്ചണിലൊന്നും ഒന്നുമില്ല, കിച്ചണൊക്കെ ക്ലീനാണ് കേട്ടോ. അപ്പോൾ ഇനി പാത്രങ്ങളൊക്കെ അവിടെ കഴുകാൻ കൊണ്ടുപോയിട്ട് അലങ്കോലാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പേപ്പർ പ്ലേറ്റൊക്കെ എടുത്ത് അതിൽ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മുസല്ലീത്തെ മന്തിയും ഹണി അൽഫാമും അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.